ഇന്നത്തെ നമ്മുടെ ലോകത്ത് ഒരു കൊലപാതകം നടന്നാൽ മണിക്കൂറിനുള്ളിൽ പ്രതിയെ കണ്ടെത്താൻ നൂതന സാങ്കേതിക വിദ്യകളുണ്ട്. എന്നാൽ ഒരു നൂറ്റാണ്ടിന് മുമ്പ് ഒരു വലിയ ജനതയെ മുഴുവൻ തുടച്ചു നീക്കാൻ ഒരുക്കപ്പെട്ട ഭീകരമായ ഒരു ഗൂഢാലോചനയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അമേരിക്കയിലെ ഒസേജ് കൗണ്ടി 1920കളിൽ ഭൂമിയിലെ ഏറ്റവും സമ്പന്നരായ മനുഷ്യർ വസിച്ചിരുന്ന ഇടം. അവരുടെ കാലിനടിയിലെ മണ്ണിൽ നിന്ന് കറുത്ത സ്വർണം അഥവാ പെട്രോളിയം ഒഴുകിയപ്പോൾ അവർ ലോകത്തെ അതിസമ്പന്നരായി മാറി. ആഡംബര കാറുകളും ബംഗ്ലാവുകളും സ്വന്തമായിട്ടുള്ള ഗോത്രവർഗക്കാരുടെ ജീവിതം കണ്ട് ലോകം അമ്പരന്നു. പക്ഷേ ആ വലിയ സമ്പത്തിന് പിന്നാലെ മരണത്തിന്റെ നിഴലുകളും എത്തി. അധികാരവും പണവും മോഹിച്ച ചിലർ ആ ജനതയെ കൊന്നു തള്ളാൻ തീരുമാനിച്ചു. പുറം ലോകം അറിയാത്ത, തെളിവുകൾ അവശേഷിപ്പിക്കാത്ത നടന്ന ആസൂത്രിതമായ കൊലപാതകങ്ങൾ. അമേരിക്കൻ കുറ്റാന്വേഷണ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഇരുണ്ട അധ്യായം ഓസേജ് മർഡേഴ്സ്. FBI എന്ന ലോകപ്രശസ്ത ഏജൻസിക്ക് പോലും ജന്മം നൽകാൻ കാരണമായ ആ രക്തരൂഷിത ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോട്ടിക്കാം. 1920കളിൽ ഓസേജ് കൗണ്ടിയിൽ നടന്നത് കേവലം ഒരു മോഷണമല്ലായിരുന്നു, മറിച്ചൊരു വംശത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ആസൂത്രിത നീക്കമായിരുന്നു. ഈ ക്രൂരതയുടെ ആഴം മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ കാലത്തെ വംശീയമായൊരു നിയമത്തെക്കുറിച്ച് നമ്മൾ അറിയണം. ഒസേജ് ആളുകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ഉണ്ടായിരുന്നെങ്കിലും നിയമത്തിന് മുന്നിൽ അവർ അപ്രാപ്തരായി മുദ്രകുത്തപ്പെട്ടു. അതായത് സ്വന്തം പണം ചെലവാക്കാൻ പോലും വെള്ളക്കാരനായ ഒരു ഗാർഡിയന്റെ ഒപ്പ് അവർക്ക് വേണമായിരുന്നു. ഈ നിയമം കുറ്റവാളികൾക്ക് വലിയൊരു വാതിൽ തുറന്നു കൊടുത്തു. ഒസേജ് ജനതയെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഈ ഗാർഡിയന്മാരും പ്രാദേശിക രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും ചേർന്ന് ഒരു മാഫിയ തന്നെ അവിടെ രൂപപ്പെട്ടു. ഇതിന്റെ സൂത്രധാരനായിരുന്നു വില്യം ഹേൽ. മോളി ബർക്കത്ത് എന്ന ഒസേജ് യുവതിയുടെ കുടുംബത്തെ അദ്ദേഹം തിരഞ്ഞെടുത്തത് വളരെ കൃത്യമായൊരു പ്ലാനിങ്ങോടെയായിരുന്നു. മോളിയുടെ സഹോദരി അന്നയുടെ മൃതദേഹം ഒരു കൊക്കയിൽ നിന്ന് കണ്ടെത്തിയപ്പോൾ അന്വേഷണം എങ്ങും എത്താതെ പോലീസ് അവസാനിപ്പിച്ചു. മാസങ്ങൾക്ക് ശേഷം മോളിയുടെ അമ്മ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. ഭീതി പടർന്നത് അവിടെയും അവസാനിച്ചില്ല. മറ്റൊരു സഹോദരിയായ റീത്തയുടെ വീട് അർദ്ധരാത്രിയിൽ ആകാശത്തേക്ക് ഉയർന്നു. ഭീകരമായൊരു ബോംബ് സ്ഫോടനം. റീത്തയും ഭർത്താവും ആ സ്ഫോടനത്തിൽ ചിന്നിച്ചിതറി. പ്രമേഹബാധിതരായ മോളിയെ ചികിത്സിച്ച ഡോക്ടർമാർ പോലും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിരുന്നു. അവർ മോളിക്ക് നൽകിയ ഇൻസുലിനിൽ മാരകമായ വിഷം കലർത്തിയിരുന്നു. സ്വന്തം കുടുംബം ഓരോരുത്തരായി ഇല്ലാതാകുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ ആ പാവം സ്ത്രീക്ക് കഴിഞ്ഞുള്ളൂ. പ്രാദേശിക നിയമ സംവിധാനങ്ങൾ പൂർണ്ണമായും അഴിമതിയിൽ മുങ്ങിയ ഒരു കാലത്തായിരുന്നു ഇത്. കൊലയാളികൾക്ക് പോലീസും കോടതിയും കുടപിടിച്ചു. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ ഇന്നത്തെ FBI രംഗത്തെത്തുന്നത്. അന്ന് വെറും 29 വയസ്സ് മാത്രം പ്രായമുള്ള ജെ എഡ്ഗർ ഹൂവർ എന്ന യുവ ഡയറക്ടർക്ക് ഈ കേസ് ഒരു പരീക്ഷണമായിരുന്നു. തന്റെ ഏജൻസിയുടെ കഴിവ് തെളിയിക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത് അനുഭവസമ്പന്നനായ ടോം വൈറ്റിനെയാണ്. ഒരു കൗബോയ് സ്റ്റൈൽ അന്വേഷണത്തിന് പകരം ആധുനികമായ അണ്ടർ കവർ രീതിയാണ് ടോം വൈറ്റ് പ്രയോഗിച്ചത്. ടോം വൈറ്റും സംഘവും ഒസേജ് കൗണ്ടിയിൽ എത്തിയത് ഇൻഷുറൻസ് ഏജന്റുമാരായും വ്യാപാരികളായും വേഷം മാറിയാണ്. ജീവൻ പണയം വെച്ചുള്ള കളിയിലായിരുന്നു അവർ. കാരണം ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഗൂഢാലോചന അത്രമേൽ ശക്തമായിരുന്നു. ഒടുവിൽ കൊല്ലപ്പെട്ടവരുടെ ബാങ്ക് രേഖകളും വ്യാജമായി നിർമ്മിച്ച സ്വത്തുക്കളും പരിശോധിച്ചപ്പോൾ എല്ലാ തെളിവുകളിലും വിരൽ ചൂണ്ടുന്നത് ഒരാളിലേക്കായിരുന്നു, വില്യം ഹേൽ. ഈ കേസ് തെളിയിക്കപ്പെട്ടത് അമേരിക്കൻ കുറ്റാന്വേഷണ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലാണ്. ശാസ്ത്രീയമായ തെളിവ് ശേഖരണവും രഹസ്യ നീക്കങ്ങളും എങ്ങനെ ഒരു വലിയ ക്രിമിനൽ മാഫിയയെ തകർക്കുമെന്ന് ലോകം കണ്ടു. ഒസാച്ച് കൊലപാതകങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ രീതിയിലുള്ള കരുത്തുറ്റ ഒരു FBI രൂപപ്പെടുമായിരുന്നില്ല. അവർ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന സത്യങ്ങളായിരുന്നു. ഈ കൊലപാതകങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടവയാണ്. ഒസേജ് കുടുംബത്തിലെ ഓരോ മരണവും അവരുടെ ഹെഡ് റൈറ്റ്സ് അഥവാ എണ്ണപ്പണം വില്യം ഹേലിന്റെയും കൂട്ടാളികളുടെയും കൈകളിലെത്തിച്ചു. വംശഹത്യയുടെ മറ്റൊരു രൂപമായിരുന്നു അവിടെ നടന്നത്. കേവലം പണത്തിനു വേണ്ടി സ്നേഹവും വിവാഹ ബന്ധങ്ങളും പോലും കൊലക്കത്തിയായി മാറിയ ചരിത്രം. ഒടുവിൽ നിയമത്തിന് മുന്നിൽ ഈ വഞ്ചനയുടെ മുഖംമൂടികൾ ഓരോന്നായി അഴിഞ്ഞു വീണു. വില്യം ഹേലും അയാളുടെ കൂട്ടാളികളും ശിക്ഷിക്കപ്പെട്ടു. എന്നാൽ ആ വിധി കൊണ്ട് മാത്രം മായ്ക്കാൻ കഴിയുന്നതാണോ ഒസേജ് ജനതയുടെ മുറിവുകൾ? ഈ കൊലപാതക പരമ്പര അമേരിക്കൻ നിയമവ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഒസേജ് ജനതയെ തടവിലാക്കിയിരുന്ന ഗാർഡിയൻ നിയമങ്ങളിൽ ഭേദഗതി വരുത്താൻ സർക്കാർ നിർബന്ധിതരായി. ഈ കേസിന്റെ വിജയമാണ് FBI എന്ന ഏജൻസിയെ ഇന്ന് നാം കാണുന്ന കരുത്താർജിച്ച രൂപത്തിലേക്ക് വളർത്തിയത്. എങ്കിലും ചരിത്രത്തിന്റെ ഏടുകളിൽ ഈ കറുത്ത അധ്യായം ദീർഘകാലം വിസ്മരിക്കപ്പെട്ടു. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾ അനുഭവിച്ച വേദനയും ഭയവും വാക്കുകൾക്ക് അതീതമായിരുന്നു. പണത്തിനും അധികാരത്തിനും വേണ്ടി മനുഷ്യർ എത്രത്തോളം താഴെ പോകാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഒസേജ് കൊലപാതകങ്ങൾ. വർഷങ്ങൾക്കപ്പുറം കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ എന്ന കൃതിയിലൂടെയും സിനിമയിലൂടെയും ആ സത്യം ലോകത്തിന് മുന്നിൽ വീണ്ടും ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് ഈ ഇരകൾക്ക് നൽകുന്ന വൈകിയ വേളയിലെ നീതി കൂടിയാണ്. അത്യാഗ്രഹത്തിന് മുന്നിൽ വീണുടങ്ങിയ ആ പാവം മനുഷ്യരുടെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ചരിത്രത്തിലെ മറ്റൊരു ഉദ്വേഗജനകമായ ഏടുമായി നമുക്ക് വീണ്ടും കാണാം.